ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. സമുദ്രാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിൽ ഇന്ത്യ വിജയിച്ചതായി മാരിടൈം ഇന്ത്യ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് ഇതിനകം 1,48,00,000 പേർക്ക് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തു. രോഗമുക്തി നിരക്ക് 97.07%. കോവിഡ് വാക്സിൻ കുത്തിവയ്പ് രണ്ടാം ഘട്ടത്തിന് കേരളത്തിൽ മികച്ച പ്രതികരണം. ആരോഗ്യമന്ത്രി കെ ശൈലജ വാക്സിൻ സ്വീകരിച്ചു. പശ്ചിമബംഗാളിലും അസമിലും ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഇന്ന്. യൂറോപ്യൻ പര്യടന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീം ഇന്ന് ജർമ്മനിയെ നേരിടും. വാർത്തകൾ വിശദമായി. സമുദ്രാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിൽ രാജ്യം വലിയ തോതിൽ വിജയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകരാഷ്ട്രങ്ങളെ രാജ്യത്തിന്റെ വളർച്ചാപാതയിൽ പങ്കാളികളാക്കാൻ ക്ഷണിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. മാരിടൈം ഇന്ത്യ ഉച്ചകോടി 2021 ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സമുദ്ര സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ സുപ്രധാന പരിഗണന നൽകി വരുന്നു. തുറമുഖങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ സുപ്രധാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. Through this Maritime India Summit, I want to invite the world to come to India and be a part of our growth trajectory. India is very sincere about growing in the maritime sector and emerging as a leading blue economy of the world. Our leading focus area includes upgrade current infrastructure, create next generation infrastructure, boost the reform journey. Through these steps, we aim to give strength to our vision of Atmanirbhar Bharat. ഇന്ത്യൻ തുറമുഖങ്ങൾ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളായിരുന്നെന്നും ഇവ ലോകരാജ്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്താൻ രാജ്യത്തെ സഹായിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ സമുദ്രമേഖലയ്ക്ക് സമ്പന്നമായ ചരിത്രമാണുള്ളതെന്നും ഇന്ത്യൻ സംസ്കാരം തീരമേഖലകൾ കേന്ദ്രീകരിച്ചാണ് പുരോഗതി പ്രാപിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ വിഷൻ 2030 ഈ ബുക്കിന്റെ പ്രകാശനവും കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയം സംഘടിപ്പിച്ച ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നിർവഹിച്ചു. അടുത്ത ദശാബ്ദത്തിലേക്കുള്ള ഇന്ത്യയുടെ സമുദ്രമേഖലാ വികസന പദ്ധതികൾ 3 ദിവസം നീണ്ടുനിൽക്കുന്ന ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള നടപടികളും ഊർജിതമാക്കി മുന്നണികൾ. സീറ്റ് വിഭജനം സംബന്ധിച്ച് LDF-ൽ ഇന്നും ഉഭയകക്ഷി ചർച്ചകൾ നടക്കും. മുന്നണിയിലെത്തിയ പുതിയ കക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് നൽകുകയാണ് പ്രധാന ചർച്ചാ വിഷയം. UDF-ലും സീറ്റ് വിഭജന ചർച്ചകൾ സജീവമാണ്. KPCC തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്ന് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് തുടക്കമിട്ടു. പ്രചാരണ തന്ത്രങ്ങളും മുദ്രാവാക്യവും സംബന്ധിച്ചും ചർച്ച നടന്നു. ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. BJPയിലും സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ജില്ലകളിൽ നിർദ്ദേശിക്കുന്ന പേരുകളിൽ നിന്ന് സംസ്ഥാന നേതൃത്വം ചുരുക്കപ്പട്ടിക തയ്യാറാക്കി കേന്ദ്ര നേതൃത്വത്തിന് നൽകും. കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കൂടി കണക്കിലെടുത്താണ് അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകുക. പശ്ചിമബംഗാളിലും അസമിലും ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ബംഗാളിൽ 30 മണ്ഡലങ്ങളിലും അസമിൽ 47 മണ്ഡലങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ ബൂത്തിലെത്തുന്നത്. ഈ മാസം 27-നാണ് വോട്ടെടുപ്പ്. ഗുജറാത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 8,235 സീറ്റുകളിലേക്കാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. 22,000-ലേറെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു. BJPയും കോൺഗ്രസും തമ്മിലാണ് പ്രധാന ഏറ്റുമുട്ടൽ. അസമിലെ നുമാലിഗഡ് എണ്ണ ശുദ്ധീകരണശാലയുടെ 61.65% ഓഹരി വിറ്റഴിക്കാൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ അനുമതി നൽകി. 9,875 കോടി രൂപയ്ക്കാണ് വിൽപ്പന നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്, എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്, അസം സർക്കാർ എന്നിവരായിരിക്കും ഓഹരി വാങ്ങുക. ഇന്ത്യ ടോയ് ഫെയർ 2021 ഇന്ന് സമാപിക്കും. രാജ്യത്തെ പ്രാദേശിക കളിപ്പാട്ട നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് 4 ദിവസം നീണ്ടുനിന്ന മേള സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് മേള ഉദ്ഘാടനം ചെയ്തത്. കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 1000-ഓളം കളിപ്പാട്ട നിർമ്മാതാക്കൾ മേളയിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. രാജ്യത്ത് ഇതിനകം 1,48,00,000 പേർക്ക് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. അതേസമയം രാജ്യത്ത് കോവിഡ് മുക്തരുടെ എണ്ണം ഉയരുകയാണ്. കേരളത്തിലും പ്രതിദിന രോഗബാധിതരുടെ എണ്ണം കുറയുന്നു. ഒരു റിപ്പോർട്ട്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 97.07% ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 12,464 പേരാണ് രോഗമുക്തരായത്. ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 1,08,00,000 അടുക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 12,286 പുതിയ കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 1,11,00,000 അതേസമയം കേരളത്തിൽ ഇന്നലെ 1,938 പേർക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചത്. 3,475 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് സ്ഥിരീകരണ നിരക്ക് 4.21% താഴ്ന്നു. 47,868 പേരാണ് കേരളത്തിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇന്നലെ 13 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 4,210. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേരളത്തിൽ കോവിഡ് വാക്സിൻ കുത്തിവയ്പിന്റെ രണ്ടാം ഘട്ടത്തിന് മികച്ച പ്രതികരണം. പല ജില്ലകളിലും ലക്ഷ്യമിട്ടതിലും കൂടുതൽ പേർ ആദ്യ ദിനം തന്നെ വാക്സിൻ സ്വീകരിക്കാനെത്തി. 60 വയസ്സ് കഴിഞ്ഞവരും 45-ന് മുകളിൽ പ്രായമുള്ള മറ്റ് ഗുരുതര രോഗികളുമാണ് രണ്ടാം ഘട്ടത്തിൽ വാക്സിൻ സ്വീകരിക്കുന്നത്. ആരോഗ്യമന്ത്രി കെ ശൈലജ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി വാക്സിൻ സ്വീകരിച്ചു. ലോകമെമ്പാടും കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം വീണ്ടും ഉയർന്നതായി ലോകാരോഗ്യ സംഘടന. കഴിഞ്ഞ 7 ആഴ്ചയ്ക്കിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ച അരുതെന്ന് സംഘടനാ മേധാവി തെദ്രോസ് അഥനോം ഗെബ്രിയേസസ് ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി സംസ്ഥാനത്ത് ഇന്ന് വാഹന പണിമുടക്ക് നടത്തുന്നു. BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകളാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. KSRTC ബസ്സുകളുടെ സേവനം ഭാഗികമാണ്. ഓട്ടോ, ടാക്സി, സ്വകാര്യ ബസ്സുകൾ എന്നിവയും രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയുള്ള പണിമുടക്കിൽ പങ്കുചേരുന്നുണ്ട്. ടെലികോം സ്പെക്ട്രം ലേലത്തിന്റെ ആദ്യ ദിവസമായ ഇന്നലെ 77,146 കോടി രൂപ ലഭിച്ചതായി കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്. 45,000 കോടി രൂപയുടെ വരുമാനമായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. 800 മുതൽ 2300 മെഗാഹെർട്സ് വരെ 5 ഫ്രീക്വൻസി ബാൻഡുകളിലുള്ള സ്പെക്ട്രത്തിന്റെ ലേലമാണ് ഇന്നലെ നടന്നത്. ലേലം ഇന്നും തുടരുകയാണ്. ഭാരതി എയർടെൽ, വോഡഫോൺ ഐഡിയ, റിലയൻസ് ജിയോ ഇൻഫോകോം എന്നീ 3 കമ്പനികൾ ലേലത്തിൽ പങ്കെടുക്കുന്നു. CBSE 10ാം ക്ലാസ് സോഷ്യൽ സയൻസ് പരീക്ഷയുടെ സിലബസ് കുറച്ചതായി സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട വാർത്ത കേന്ദ്ര സർക്കാർ തള്ളി. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി. യൂറോപ്യൻ പര്യടന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീം ഇന്ന് ആതിഥേയരായ ജർമ്മനിയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30-ക്കാണ് മത്സരം. 12 മാസത്തിന് ശേഷം ആദ്യ അന്താരാഷ്ട്ര മത്സരം കളിച്ച PR ശ്രീജേഷിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ഞായറാഴ്ച ജർമ്മനിയെ 6-1 പരാജയപ്പെടുത്തിയിരുന്നു. തുടർന്ന് ബെൽജിയത്തിലെ ആൻട്രപ്പിലേക്ക് പോകുന്ന ഇന്ത്യ മാർച്ച് 6-8 തീയതികളിൽ ബ്രിട്ടനുമായി ഏറ്റുമുട്ടും. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 253 പോയിന്റ് ഉയർന്ന് 50,096-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 82 പോയിന്റ് നേട്ടത്തിൽ 14,844-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 33,680 രൂപയും ഗ്രാമിന് 4,210 രൂപയുമാണ് ഇന്നത്തെ വില. UAEയിൽ നിന്നുള്ള ആദ്യത്തെ സ്ഥാനപതിയെ ഇസ്രായേൽ ഔദ്യോഗികമായി സ്വാഗതം ചെയ്തു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സാധാരണ നിലയിൽ എത്തിക്കുന്നതിനായി കഴിഞ്ഞ വർഷം ഒപ്പുവച്ച കരാറിനെ തുടർന്നാണ് നടപടി. ഇന്നലെ ജെറുസലമിൽ നടന്ന ചടങ്ങിലാണ് UAE പ്രതിനിധിയായ മുഹമ്മദ് അൽ ഖജയെ ഇസ്രായേൽ പ്രസിഡന്റ് റുവാൻ റിവലിൻ സ്വീകരിച്ചത്. കരാർ പ്രകാരം ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന ആദ്യ രാജ്യമാണ് UAE. മധ്യപ്രദേശിലെ കാന്ദ്വായിൽ നിന്നുള്ള മുതിർന്ന BJP നേതാവും MPയുമായ നന്ദകുമാർ സിംഗ് ചൌഹാൻ അന്തരിച്ചു. കോവിഡ് ബാധിതനായ ഇദ്ദേഹം ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ഇന്ന് പുലർച്ചെയുണ്ടായ വാഹന അപകടത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. 22 പേർക്ക് പരിക്കേറ്റു. ചരക്കുമായി വന്ന ട്രക്ക് നിയന്ത്രണം വിട്ടതാണ് അപകടത്തിന് കാരണം. പ്രധാന വാർത്തകൾ വീണ്ടും. സമുദ്രാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിൽ ഇന്ത്യ വിജയിച്ചതായി മാരിടൈം ഇന്ത്യ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് ഇതിനകം 1,48,00,000 പേർക്ക് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തു. രോഗമുക്തി നിരക്ക് 97.07%. കോവിഡ് വാക്സിൻ കുത്തിവയ്പ് രണ്ടാം ഘട്ടത്തിന് കേരളത്തിൽ മികച്ച പ്രതികരണം. ആരോഗ്യമന്ത്രി കെ ശൈലജ വാക്സിൻ സ്വീകരിച്ചു. പശ്ചിമബംഗാളിലും അസമിലും 1ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഇന്ന്. യൂറോപ്യൻ പര്യടന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീം ഇന്ന് ജർമ്മനിയെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR_news_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.